പ്രിയമുള്ളവരെ, ആധുനികതയുടെ ജീവിതരേഖയിൽ മാതൃകാ ജീവിതം നയിക്കുന്നുവെന്ന് നാം വിചാരിക്കുന്നവരുടെ ഉള്ളിൽ ചുട്ടുപൊള്ളുന്ന തീക്കനൽ ആവും ജ്വലിക്കുക. അപ്രകാരമുള്ള ഒരു സങ്കീർണതയുടെ നെരിപ്പോടാണ് അച്ചാച്ചി എന്ന ഈ ലഘുനാടകത്തിൻ്റെ അന്തർധാര. ഞങ്ങൾ അവതരിപ്പിക്കുന്നു അച്ചാച്ചി. അച്ചാച്ചി, അച്ചാച്ചി, അച്ചാച്ചി കരയുകയാണോ? എന്തിനാ ഇങ്ങനെ വെറുതെ ഇരുന്ന് കരയുന്നത്? ഒന്നുമില്ലടാ തുമ്പിച്ച, അച്ചാച്ചി എന്തൊക്കെയോ ഓർത്തു പോയതാ മോനെ. അതാ അങ്ങോട്ട് നോക്കിക്കേ, ആ ചാമ്പമരത്തിന്റെ ചില്ലയിൽ കാറ്റത്തിളകിയാടുന്ന ഒരു കിളിക്കൂട് കണ്ടോ? ആ കൂട്ടിൽ ചിറകട്ടടിക്കുന്ന കിളിക്കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കുന്ന അമ്മക്കിളിയും അച്ഛൻ കിളിയും. അതുപോലെയാ ഞങ്ങളും മക്കളെ വളർത്തിയത്. കയ്യോ കാലോ വളരുന്നതെന്ന് നോക്കി താഴത്ത് വെക്കാതെയാണ് അവരെ വളർത്തിയത്, പഠിപ്പിച്ചു വലുതാക്കി. പക്ഷേ മക്കൾ വളർന്നു വലുതായപ്പോഴേക്കും അമ്മക്കിളിയെ ദൈവം സ്വർഗത്തിലേക്ക് വിളിച്ചുകൊണ്ട് പോയി മോനെ. ഇപ്പോ അച്ചാച്ചി തനിച്ചായി. ഇപ്പോ അച്ചാച്ചി മാത്രമായടാ മോനെ, മാത്രമായി. ഇല്ല അച്ചാച്ചി, അച്ചാച്ചി മാത്രമല്ല, ഞങ്ങളില്ലേ കൂടെ. ഒരു കാര്യത്തിൽ നമ്മൾ തുല്യരല്ലേ അച്ചാച്ചി? എനിക്കും ആരുമില്ലല്ലോ. അതെങ്ങനെയാടാ കൊച്ചനെ? നിന്റെ കാര്യങ്ങൾ നോക്കാനും നിന്നെ സ്നേഹിക്കാനും നല്ലൊരപ്പനില്ലേ നിനക്ക്? മാത്തുണ്ണി. ബാക്കിയുള്ളവരെ മുഴുവൻ കോവിഡ് കൊണ്ടുപോയാലും എല്ലാവരുടെയും നഷ്ടം നികത്താൻ അവൻ മാത്രം മതിയല്ലോ. മാത്തുണ്ണി നല്ലവനാ. എനിക്ക് പിറക്കാതെ പോയ എൻ്റെ മകനാ അവൻ. മോനെ തുമ്പിച്ച, നീ അകത്ത് പോയി അച്ചാച്ചിയുടെ കട്ടിലിരിക്കുന്ന ബൈബിളും കണ്ണടയും ഒന്ന് എടുത്തോണ്ട് വാ. ദുഃഖങ്ങളിൽ ആശ്വാസമായി ആ തിരുവചനങ്ങൾ മാത്രമേ ഉള്ളൂ മോനെ. കർത്താവേ, അങ്ങ് ഈ വൃത്തനെ എത്രമാത്രം മനസ്സിലാക്കിയിരിക്കുന്നു. അങ്ങയുടെ തിരുവടിയിൽ ഭാഗ്യനിദ്രയ്ക്കായി ഒരുങ്ങിയിരിക്കുന്ന ഈ ആത്മാവിനെ അങ്ങ് കാത്തുകൊള്ളണമേ. അച്ചാച്ചി, ആരാടാ ഈ പിറുപിറുക്കുന്നേ? ഞാനിവിടെ നോക്കിയിട്ട് ആരെയും കാണുന്നില്ലല്ലോ. ഞാൻ പിറുപിറുത്തതല്ലടാ മാത്തുണ്ണി, എൻ്റെ ദൈവത്തിനോട് ഇത്തിരി കുശലം പറയുകയായിരുന്നു. രാവിലെ വിശുദ്ധ ഗ്രന്ഥം തുറന്നു നോക്കണം എന്ന് തോന്നിയപ്പോൾ തന്നെ ദേ തമ്പുരാൻ പറഞ്ഞതും ഞാൻ കണ്ടതും ഒന്നു തന്നെയാടാ മാത്തുണ്ണി. പുറപ്പാടിൻ്റെ പുസ്തകം 20-ാം അധ്യായം 12-ാം തിരുവചനം, നിന്റെ കർത്താവ് തരുന്ന രാജ്യത്ത് നീ ദീർഘകാലം ജീവിക്കേണ്ടതിന് നിന്റെ മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കണമെന്ന്. അതിന് ആരാ അച്ചാച്ചിയെ ശ്രദ്ധിക്കാത്തത്, പരിഗണിക്കാത്തത്? താണ്ടെ ഈ കാലിങ്ങോട്ടൊന്ന് നീക്കി വെച്ച് ഞാൻ ഈ കുഴമ്പൊന്ന് തേക്കട്ടെ. ദൈവസഹായത്താൽ ഈ നിമിഷം വരെ മക്കൾ ആരും ഇവിടെ ഇല്ലെങ്കിൽ എന്താ അച്ചാച്ചിക്ക് എന്തേലും ഒരു കുറവ് വരുത്തിയിട്ടുണ്ടോ? അതിന് നിങ്ങൾ എൻ്റെ മക്കളല്ലേ. എൻ്റെ കാലം കഴിഞ്ഞാൽ പിന്നെ അച്ചാച്ചിയുടെ കാര്യം നോക്കാൻ വേണ്ട വരുന്ന ഒരുത്തൻ അവൻ പോരെ? പോരെ അച്ചാച്ചി? മതിയടാ തുമ്പിച്ച. എൻ്റെ പീരക്കിടങ്ങളെ കാണാൻ സാധിച്ചില്ലെങ്കിൽ എന്താ? നീയാ മോനെ എൻ്റെ ആശ്വാസം. നീ മാത്രം മതി. ആ,
എന്നാ പിന്നെ അച്ചാച്ചി വെറുതെ ഇരുന്ന് ടെൻഷൻ അടിക്കണ്ട, അതും ഇതും ആലോചിച്ച്. എന്നാലും ഉപ്പോളം വരുമോ ഉപ്പിലിട്ടത്? ഇനിയിപ്പോൾ മക്കളെയും കൊച്ചുമക്കളെയും ഒന്നും പ്രതീക്ഷിക്കേണ്ട. കുളിരുമ്പ ചേരാത്ത പുതപ്പ് എന്തിനാടാ മാത്തുണ്ണി? നിനക്കറിയാമോ, മക്കളെ 3 എണ്ണം ഉണ്ടായിട്ട് എന്താടാ കാര്യം? 3 എണ്ണം പോയിട്ട് കൊല്ലം 10-25 ആയില്ലേ? ഇനിയിപ്പോൾ അവർ വന്നാലെന്താ, വന്നില്ലേലെന്താ? വന്നാൽ തന്നെ അവർ നമ്മളെയൊക്കെ അറിയുമോ? അല്ല, അതുവരെ ഞാൻ ജീവിച്ചിരിക്കുമോ? പിന്നെ നിങ്ങളാ ഒരാശ്വാസം. അച്ചാച്ചി എന്താ പതിവില്ലാതെ ഇങ്ങനെയൊക്കെ പറയുന്നേ? ആ, മക്കളുടെ ബുദ്ധിമുട്ട് അവർക്കല്ലേ അറിയൂ. ശരിയാ ശരിയാ. അതിനിടയ്ക്ക് നമ്മളെ നോക്കാൻ നേരമുണ്ടോ അല്ലേ? അവരുടെ മക്കളുടെ മക്കളെയെങ്കിലും ഒന്ന് കണ്ടേച്ചും കണ്ണടയ്ക്കാൻ പറ്റുമോ എൻ്റെ ദൈവമേ? അച്ചാച്ചിയേ, അച്ചാച്ചി, ദാണ്ട ഇംഗ്ലണ്ടിൽ നിന്ന് നമ്മുടെ സൈമൺ അച്ചായൻ വരുന്നേ. ദൈവമേ! അച്ചാച്ചിയേ, ആ മാത്തുണ്ണി, നീ എന്താടാ ഒന്ന് വിളിക്കുക പോലും ചെയ്യാതെ ഇത്ര പെട്ടെന്ന്? എല്ലാം വളരെ പെട്ടെന്നായിരുന്നു അച്ചാച്ചി. എല്ലാം പറയാം. അതിനു മുമ്പായി ഞാൻ ഈ ഡ്രസ്സൊക്കെ ഒന്ന് ഊരി മാറ്റട്ടെ. ഓ എൻ്റെ ദൈവമേ, എൻ്റെ മോന് ഒന്ന് വരാൻ തോന്നിയല്ലോ. അച്ചാച്ചിക്ക് ഇപ്പോൾ സമാധാനമായില്ലേ? എന്നാലും അവനൊന്ന് വിളിക്കുക പോലും ചെയ്യാതെ എന്തിനായിരിക്കും ഇപ്പോൾ വന്നിരിക്കുന്നത്? എന്റെ അച്ചാച്ചി, സൈമൺ അച്ചായൻ എന്തായാലും വന്നല്ലോ. നീ അച്ചാച്ചി അതൊന്നും ഓർക്കണ്ട. ഓ എൻ്റെ ഇച്ഛായ, ഇവിടെ വരെ ഒന്ന് വരണമെങ്കിൽ ചില്ലറ ബുദ്ധിമുട്ടുകളൊന്നും അല്ല കേട്ടോ. പണ്ടത്തെ നമ്മ നാടിന്റെ ഷേപ്പൊക്കെ തന്നെ മാറിപ്പോയി. പിന്നെ എന്തേ മാത്തു വിശേഷങ്ങളൊക്കെ? ആ വിശേഷങ്ങളൊക്കെ ഞങ്ങൾ അന്ന് തന്നെ അറിയുന്നുണ്ട്. എന്നാലും ഒന്ന് ചോദിക്കണ്ടേ? ഒന്ന് വരണമെന്ന് വിചാരിക്കുകയായിരുന്നു. പക്ഷേ തരപ്പെട്ട് ഇപ്പോഴും മാത്രമാണ്. ആ മാത്തുണ്ണി, എന്താ ഇങ്ങനെ അന്താളിച്ച് നിൽക്കുന്നേ? ഒരു ചായയൊക്കെ എടുത്തോണ്ട് വാടവേ. ഇതെന്തുവാടാ നീ ഒറ്റയ്ക്ക് ഇങ്ങ് പോന്നേ? എന്തിയേ ബാക്കിയുള്ളവരൊക്കെ? ആരെയും കൊണ്ടുവന്നില്ലേടാ? അച്ചാച്ചി, അതിനവർക്കൊക്കെ വലിയ തിരക്കാ. മക്കൾക്കാണെങ്കിൽ താല്പര്യവുമില്ല. എടാ, ബന്ധങ്ങളും കടപ്പാടുകളും ഒക്കെയാണ് വലുതെന്ന് നീ പഠിപ്പിക്കണമായിരുന്നു. അവരെ കൊണ്ട് എന്നോടൊന്ന് സംസാരിപ്പിക്കാൻ എത്ര പ്രാവശ്യം നിന്നോട് ഞാൻ പറഞ്ഞു. പ്രായമായവരുമായി സംസാരിക്കാനും ഇടപെടാനും അവർക്കറിയില്ല അച്ചാച്ചി. എടാ, എവിടെയായാലും എന്തൊക്കെയായാലും കാർന്നോമാർക്ക് മക്കൾ എപ്പോഴും മക്കൾ തന്നെ. പേരക്കിടാങ്ങളോടൊപ്പം അല്പസമയം ചിലവഴിക്കാനുള്ള എന്റെ ദാഹം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. കുറെ കഴിയട്ടെ, മനസ്സിലാവും. എന്തിനാ പറയുന്നേ? എത്ര നാൾ കൂടിയാണ് നീ വരുന്നത്? അച്ചാച്ചി, ഇനി ഞങ്ങളുടെ നേട്ടങ്ങളിൽ സന്തോഷിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മതി, പോരെ? ദൈവമേ, എനിക്കുണ്ടായവയിൽ ഒന്നേലും വല്ല വൈകല്യങ്ങളും ഉള്ളവനായിരുന്നേ അവന്റെ കൂടെ എനിക്ക് കഴിയാമായിരുന്നു. ഇങ്ങനെ നെഗറ്റീവായി ചിന്തിക്കല്ലേ. ഇങ്ങനെയുള്ളവരിൽ നിന്ന് അകന്നു നിൽക്കണമെന്നാ പിള്ളേരെ പഠിപ്പിക്കുന്നത്. പിന്നെ എങ്ങനെയാ? വേണ്ടടാ. അല്ല, നീ ആരോടും പറയാതെ പെട്ടെന്ന് നിങ്ങൾ പോന്നത്? ഇവിടുത്തെ വീടും പറമ്പും എല്ലാം മാത്തുണ്ണിയുടെയും തുമ്പിച്ചന്റെയും പേരിൽ എഴുതാൻ പോകുന്നെന്ന് കേട്ടല്ലോ. അതേടാ, ചിലപ്പോൾ അങ്ങനെ ചെയ്തെന്നിരിക്കും.
പക്ഷേ അതും നടക്കത്തില്ല. കാർന്നവന്മാരുടെ സ്വത്തിൽ മക്കൾക്കും അവകാശമുണ്ട്. മക്കൾ എന്ന് അവകാശപ്പെടാൻ അർഹതയുണ്ടോ നിങ്ങൾക്ക്? പെറ്റ തള്ളയുടെ സംസ്കാരത്തിന് പോലും വരാൻ ശ്രമിക്കാത്തവർ. ജന്മം കൊണ്ട് മാത്രമല്ലടാ മക്കളാകുന്നത്, കർമ്മം കൊണ്ടുകൂടി വേണം. അച്ചാച്ചി ഉദ്ദേശിക്കുന്നത് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ അതിവിടെ നടക്കത്തില്ല. വേണമെങ്കിൽ അച്ചാച്ചിയുടെ വീതം കൊടുത്തോ. ഇല്ലാത്ത കാശ് മുടക്കി 3 പേരെയും പഠിപ്പിച്ച് ഇവിടം വരെ എത്തിച്ചതിന്റെ കണക്ക് എന്റെ മനസ്സിലുണ്ട്. ഇത് നിങ്ങളുടെ അവകാശത്തിന്റെ കണക്ക് ബോധത്തിലില്ല. സുബോധമൊക്കെ മറയും മുമ്പ് ഞങ്ങളുടെ വീതം എഴുതാൻ സഹായിക്കാനാണ് എല്ലാവരും എന്നെ ഇങ്ങോട്ട് വിട്ടത്. ഓ, അപ്പോൾ അതാണ് ഈ വരവിന്റെ ഉദ്ദേശം. സുബോധം നഷ്ടപ്പെട്ടിട്ടില്ല, അല്പം കൂടി കാത്തിരിക്കണം. അച്ചാച്ചി എന്തിനാ ഇപ്പൊ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? ഞങ്ങൾ മൂലം ഈ കുടുംബത്തിൽ ഇത് വഴക്കുണ്ടായത്. സ്വത്തിന് വേണ്ടിയാണോ ഇതുവരെ അച്ചാച്ചിയെ ഞങ്ങൾ നോക്കിയത്? അവർക്കുള്ളത് അങ്ങോട്ട് കൊടുത്തേക്ക്. അത് ഞാൻ തീരുമാനിച്ചോളാം. ഇത് തൂമ്പാ പിടിച്ച കയ്യാ, കരുതലിന്റെ തഴപ്പാ. ഈ കൈകളിൽ തൂങ്ങിയ ഇവിടം വരെ ഇവരെത്തിയത്. ഞാൻ എല്ലാവരുടെയും തീരുമാനങ്ങൾ അറിയിച്ചെന്നേ ഉള്ളൂ. അതിനിപ്പം ഇത്ര വിഷമിക്കാനും ചൂടാകാനും. എനിക്കിനി സംസാരിക്കാൻ വയ്യ. മാത്തുണ്ണി, ഒന്ന് പിടിച്ച് ഒന്ന് കിടക്കണം. ദൈവമേ, ഞങ്ങളുടെ അച്ചാച്ചി മരിച്ചിട്ട് ഇന്ന് 7-ാം ദിവസം. വെഞ്ചരിപ്പ് പ്രാർത്ഥിക്കാൻ വികാരിയച്ചൻ വരുന്നുണ്ട്. കർത്താവേ, എല്ലാം ഒന്ന് അടുക്കി പെറുക്കി വെക്കാൻ സാധിച്ചില്ലല്ലോ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചോ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. പീലിപ്പോസും സൈമണുമൊക്കെ തിരിച്ചു പോയോ? ഫിലിപ്പോസ് മുകളിലുണ്ട്. സൈമൺ ഇന്നലെ പോയച്ചോ. വലിയ ദുഃഖത്തിലാ. അച്ചാച്ചിയുമായുള്ള വാക്കുതർക്കമാണ് ഹൃദയാഘാതത്തിന് കാരണമെന്ന കുറ്റബോധം. ആ, ഫിലിപ്പോസ് എത്തിയല്ലോ. അച്ഛൻ ഇപ്പോൾ അന്വേഷിച്ചതേയുള്ളൂ. എന്നാ തിരിച്ചു പോകുന്നത്? നാളെ തന്നെ തിരിച്ചു പോകണം അച്ചോ. ഭാര്യ തനിച്ചേ ഉള്ളൂ. ജോലിയുമായി അവളാണെങ്കിൽ എപ്പോഴും പുറത്തു പോകും. പിള്ളേരും വേറെയാ താമസം. ഞാൻ ചെന്നില്ലെങ്കിൽ കാര്യങ്ങളൊന്നും നടക്കില്ല അച്ചോ. പെണ്ണുങ്ങൾ ആരും വന്നില്ലല്ലേ? ഇല്ല അച്ചോ. അവർ ഈ നാട്ടിലോട്ട് വന്നിട്ട് തന്നെ കാലം 10-25 അമ്മ മരിച്ചിട്ട് പോലും ഒരു നുള്ള മണ്ണിടാൻ ആരും വന്നില്ല. അന്ന് പിന്നെ അച്ചാച്ചി ഉണ്ടായിരുന്നത് കൊണ്ട് കാര്യങ്ങളൊക്കെ നന്നായി നടന്നു. ഇന്നിപ്പോ മാത്തുണ്ണി, കരയാതെ ആശ്വസിക്കല്ലേ വേണ്ടത്. ഞങ്ങൾ മക്കൾക്കില്ലാത്ത വേദന. അച്ചാച്ചി ഏതായാലും ഭാഗ്യവാനായിരുന്നു. നിങ്ങളോടുള്ള നന്ദിയും കടപ്പാടും വീട്ടാൻ ഞങ്ങൾക്കാവുമോ മാത്തുണ്ണി? ഒന്നും ദൈവം അറിയാതെ സംഭവിക്കുകയില്ല. എല്ലാത്തിനും ഒരു സമയമുണ്ട്. തെറ്റ് തിരുത്താനും മുറിവുണക്കാനും കരയാനും. മാത്തുണ്ണി, അച്ചാച്ചിയുമായുള്ള നിങ്ങളുടെ ഈ ആത്മബന്ധത്തിന്റെ പശ്ചാത്തലം എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല. അച്ഛാ, എൻ്റെ വലിയച്ഛന്മാർ തൊട്ട് ഈ വലിയപറമ്പിൽ കുടുംബത്തിലെ ആശ്രിതരായിരുന്നു. അക്കാലത്ത് ഈ കുടുംബം ഞങ്ങൾക്ക് ദാനമായി കൊടുത്ത സ്ഥലത്ത് ഒരു കൊച്ചു വീടുണ്ട്. അവിടെയായിരുന്നു താമസം. അന്നും ഈ വീട്ടിലെ കാര്യങ്ങൾ നോക്കി നടത്തിയത് ഞങ്ങൾ തന്നെയായിരുന്നു. അതിങ്ങനെ കാലങ്ങളായി തുടർന്നു പോരുന്നു. അപ്പോൾ മാത്തുണ്ണിന്റെ നാടും വീടുമൊക്കെ? എനിക്കൊന്നും അറിയില്ല അച്ചു. ഓർമ്മ വെച്ച കാലം മുതൽ ഞങ്ങൾ ഈ വലിയപറമ്പിൽ കുടുംബത്തിനോടൊപ്പമാണ്. കൂലിക്കാരായ അല്ല അച്ചാച്ചി ഞങ്ങളോട് പെരുമാറിയത്. അങ്ങനെ ഞങ്ങൾ വലിയപറമ്പിലാരായി. വീട്ടുപേരും അത് തന്നെ.
ദേ, ഇത് അച്ചാച്ചിയുടെ ബെഡിനടിയിൽ നിന്ന് കിട്ടിയതാ. മാത്തുണ്ണിയെ, ഇതെന്താണെന്ന് അറിയാമോ? മരിക്കുന്നതിന് മുമ്പ് നിന്റെയും മകൻ തുമ്പിച്ചന്റെയും പേരിൽ അച്ചാച്ചിയുടെ സ്വത്തുക്കൾ എഴുതി രേഖപ്പെടുത്തി രജിസ്റ്റർ ചെയ്തതിന്റെ പേപ്പറുകളാണ്. ഈ വീടിന്റെയും പറമ്പിന്റെയും ഉടമസ്ഥാവകാശം ഇനി നിങ്ങൾക്ക്. ഇതാ ഒരു കത്തും കൂടിയുണ്ട്. ഫിലിപ്പോസ് വായിക്കേ. എൻ്റെ കാലശേഷം എൻ്റെ സ്വത്തുക്കളുടെ അവകാശവും ഉടമസ്ഥതയും ഇക്കാലം അത്രയും ഞങ്ങളെ പൊന്നുപോലെ നോക്കിയ മാത്തുണ്ണിക്കും തുമ്പിച്ചനും ഞാൻ തീരാധാരമായി നൽകുകയാണ്. ഇത് ഞാൻ എഴുതുന്നത് എൻ്റെ മക്കളുടെ പൂർണ്ണ സമ്മതത്തോടെയാണ്. വേണ്ട അച്ചോ, അർഹിക്കാത്തതൊന്നും ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾക്കിവിടെ കിടന്നാൽ ഉറക്കം വരില്ല. ഞങ്ങളുടെ കൊച്ചു വീട് തന്നെ ധാരാളം. അച്ചാച്ചിയുടെ പ്രാർത്ഥനയും അനുഗ്രഹവും മാത്രം മതി ഞങ്ങൾ. സ്വീകരിക്കണം മാത്തുണ്ണി. അച്ചാച്ചിയുടെ മാത്രമല്ല ഞങ്ങളുടെയും ആഗ്രഹമാണ്. അച്ചാച്ചിയുമായുള്ള വാക്കുതർക്കത്തിൽ സൈമണ് വലിയ വിഷമമായിരുന്നു. അവനാണ് കാര്യങ്ങൾ ഞങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയതും സ്വത്തുക്കൾ രജിസ്റ്റർ ചെയ്യാൻ അച്ചാച്ചിയെ സഹായിച്ചതും. അച്ചാച്ചിയോട് കാണിച്ച നിങ്ങളുടെ കരുതലിന് സമാനതകളില്ല എന്നും ഞങ്ങൾക്ക് അതൊരു പാഠമാണ്. ഇത് സ്വീകരിച്ചോളൂ മാത്തുണ്ണി. അച്ചാച്ചിയുടെ ആത്മാവ് ആനന്ദിക്കട്ടെ. അങ്ങനെ ഞങ്ങളുടെ തെറ്റുകൾക്ക് ഒരു പരിഹാരമാകട്ടെ. എന്തായാലും അച്ചാച്ചി ഇത്രമാത്രം ഞങ്ങളെ സ്നേഹിക്കാൻ ഞങ്ങൾ എന്താണ് ചെയ്തത്? നിങ്ങൾക്കെല്ലാം സമ്മതമായ സ്ഥിതിക്ക് ഫിലിപ്പോസ് തന്നെ ഈ രേഖകളെല്ലാം മാത്തുണ്ണിക്കും മകനും കൊടുത്തോളൂ. അപ്പ വേണ്ട, നമുക്കിത് വേണ്ട. എന്തു പറ്റി മോനെ? എല്ലാവരും ഇഷ്ടപ്പെട്ട് തരുന്നതല്ലേ? അവനാ ശരി അച്ചോ. ഇത് ഞങ്ങൾ അർഹിക്കുന്നില്ല. ഇത് ഞങ്ങൾക്ക് ചേരില്ല അച്ചോ. ആട്ടെ, മോൻ എന്താ ചിന്തിച്ചത്? ഒന്നുമില്ലാത്തവരല്ലായിരുന്നു ഞങ്ങൾ. ആവശ്യത്തിലധികമായി സ്ഥലവും വീടും അതിലേറെ സ്നേഹവും തന്ന അച്ചാച്ചി ഞങ്ങളെ ഉയർത്തിയില്ലേ? ഈ ഭാഗ്യമില്ലാത്ത പട്ടിണി പാവങ്ങളായ ഒത്തിരി കൂട്ടുകാർ എൻ്റെ ക്ലാസ്സിലുണ്ട്. പൗലോസ്ലീഹ പറഞ്ഞത് ഇന്നും എത്ര വിശ്വസനീയം. വിജ്ഞാനികളെയും ശക്തന്മാരെയും ലജ്ജിപ്പിക്കാൻ ദൈവം നിസ്സഹായരെയും എളിയവരെയും തിരഞ്ഞെടുത്തു. എല്ലാം എനിക്ക് മനസ്സിലാകുന്നു മോനെ. അറിഞ്ഞോ അറിയാതെയോ നിന്റെ ഹൃദയത്തിൽ തുടിക്കുന്ന കരുതൽ ഞങ്ങളുടെ ചിന്തകൾക്കും നന്മയ്ക്കും അതീതം. അതെത്ര പാവനം, ദൈവീകം. അച്ഛാ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഏതായാലും അച്ഛനൊരു തീരുമാനത്തിലെത്തണം. അതെന്താണേലും ഞങ്ങൾക്ക് പൂർണ്ണ സമ്മതം. അങ്ങനെയാണെങ്കിൽ വീടും കുറച്ച് സ്ഥലവും നിങ്ങൾ സൂക്ഷിക്കുക. തുമ്പിച്ചന്റെ പഠനത്തിനാവശ്യമായ പണം നിക്ഷേപിച്ചിട്ട് ബാക്കി സ്ഥലം വിറ്റ് നിർധനരായ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും പാർപ്പിടത്തിനുമായി വിനിയോഗിക്കാം. വിശുദ്ധ ബൈബിളിൽ നാം വായിക്കുന്നില്ലേ, ദരിദ്രനോട് ദയ കാണിക്കുന്നവൻ കർത്താവിനാണ് കടം കൊടുക്കുന്നത്, അവിടുന്ന് ആ കടം വീട്ടും. ഇത് ദൈവവചനമാണ്, ദൈവഹിതമാണ്. ഇത് ഇന്നിവിടെ അന്വർത്ഥമാകട്ടെ.